അങ്ങനെ ഫൈനലി കുറച്ചധികം നേരം നമ്മൾ പുറത്ത് കറങ്ങി തിരിഞ്ഞ് ഫോട്ടോസും വീഡിയോസും എടുത്ത് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് എടുത്താണ്ടോ കാരണം നമ്മൾ എത്തിയപ്പോൾ തന്നെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ഉള്ളിലോട്ട് പോവുകയാണ്. ഉള്ളിൽ ഈ പ്രയറൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊരു വെള്ളവും കുറച്ച് കഴിക്കാൻ അത് ഇതൊക്കെ തരില്ല. അതിനെന്താ പറയാന്ന് നിങ്ങൾക്ക് അറിയോ ഇല്ലയോ എന്നൊന്ന് പറയണേ. കാരണം എനിക്കറിയാൻ പാടില്ല. പണ്ടൊക്കെ അറിയുമായിരുന്നു. കാരണം പണ്ട് ഞാൻ ദേവി മഹാത്മ്യ സീരിയലൊക്കെ കാണുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ വെള്ളത്തിന് ഇതിനെ കയ്യിലൊക്കെ പറഞ്ഞ് ഞാൻ ഭയങ്കര സീരിയൽ അഡിക്റ്റ് ആയിരുന്നു കേട്ടോ. ചെറുപ്പത്തിലേ വലുതായപ്പോൾ അതിനൊന്നും നേരമൊന്നും ഉണ്ടായിരുന്നില്ല. ഉമ്മ കാണിക്കലില്ലായിരുന്നു. പഠിത്തവും അങ്ങനെ ഇങ്ങനെയൊക്കെ പോവുമായിരുന്നു. സോ നിങ്ങൾ ദേവി മഹാത്മ്യം കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്നും കൂടെ ഒന്ന് പറയണം കേട്ടോ. ആ സീരിയലും ഞാൻ ഭയങ്കര ഫാനായിരുന്നു. അതിൻ്റെ എന്താ അറിയില്ല, എനിക്ക് അങ്ങനത്തെ സീരിയലൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഈ പുള്ളിക്കാരനെ ഞാൻ വീഡിയോ എടുത്തപ്പോൾ പുള്ളി എന്നെ ഇടയ്ക്ക് നോക്കിയായിരുന്നു കേട്ടോ. നോക്കി ഇങ്ങനെ ചിരിച്ചിങ്ങനെ പോസ് ചെയ്ത് നിൽക്കുക. അപ്പോൾ പിന്നെ ഞാൻ വീഡിയോ എടുക്കൽ നിർത്തി. ഇളമതിക്കാണെങ്കിൽ ഭയങ്കര വെമ്പൽ കൊണ്ട് കണ്ടോ. ഇതാണ് ഇളമതി. പിന്നെ കൂടെയുള്ളത് ഇവളുടെ ബ്രദറാണ്. ഇവിടെ പക്ഷേ എനിക്ക് നമ്മൾ മറ്റേ ടെമ്പിളിലൊക്കെ പോകുന്ന പോലെ എനിക്ക് അത്ര ഒരു പീസ്ഫുൾനെസ് അങ്ങനത്തെ ഒരു സംഗതിയൊന്നും തോന്നിയില്ല കേട്ടോ. പക്ഷേ കുഴപ്പമുണ്ടായിരുന്നില്ല. അതാ ഈ ഒരു കടല ഇതൊക്കെയായിരുന്നു തന്നത്. അതിൽ കുറച്ച് കഴിച്ചുകൊണ്ട് പിന്നെ ഞാൻ അവർക്ക് തന്നെ കൊടുത്തിട്ടാണ്. ഈ പുള്ളി തലയിൽ മണി വെച്ച് എന്തിനാണ് അടിച്ചതെന്ന് എനിക്കറിയാൻ പാടില്ല. അത് എന്തോ ഒരു ട്രഡീഷൻ എന്തോ സംഗതിയാണ്. പക്ഷേ എനിക്ക് അത് കുറച്ച് വിയർഡായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ജീവിക്ക് ഒരു എന്താ പറയുക ക്ഷമയില്ലായിരുന്നു. അവളത് നക്കി നക്കി തിന്നെയായിരുന്നു. പിന്നെ നമ്മൾ നൈറ്റ് ആയപ്പോഴാണ് കേട്ടോ അവിടുന്ന് തിരിച്ചത്. കുറച്ച് നേരം മുമ്പ് ജീവിയൊക്കെ ഫുൾ ഫോമിലായി അങ്ങോട്ട്. നൈറ്റ് കാണാനൊരു ഭംഗി തോന്നിയിട്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നൊന്ന് പറയട്ടോ. സറൗണ്ടിങ്സ് ഒക്കെ ഇങ്ങനെ മൗണ്ടെയിൻസ് ഒക്കെ ചുറ്റി നിൽക്കുമ്പോൾ അതൊരു പ്രത്യേക ഭംഗി തോന്നി. നൈറ്റ് ആയപ്പോൾ ഒന്നുകൂടെ തോന്നിട്ടോ ഈവനിങ്. പിന്നെ അവിടെ ദാ കുറച്ച് സാധനങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇറങ്ങിയപ്പോഴേക്കും അവിടെ കിടക്കാനായിട്ടുണ്ടായിരുന്നു. എന്നാലും ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഞങ്ങൾ വാങ്ങിയൊന്നുമില്ല, ജസ്റ്റ് നോക്കി പോന്നു.